ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. യുഎസ് ഇറാൻ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് ലിയോ 14 പാപ്പ. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന ധാരണകളെ സ്വാഗതം ചെയ്ത് ലിയോ 14 പാപ്പ. ഈ ഉടമ്പടി മിഡിൽ ഈസ്റ്റിൽ സുരക്ഷിതത്വവും സ്ഥിരതയും കൊണ്ടുവരുമെന്നും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മേഖലയിൽ ശാശ്വത സമാധാനത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. Accolgo con soddisfazione il raggiungimento di un accordo tra la Repubblica Islamica dell'Iran e gli Stati Uniti d'America. Che sarà firmato nella giornata di venerdì, quale incoraggiante risultato di un paziente lavoro di dialogo e di negoziazione. Esprimo gratitudine ai paesi che si sono impegnati per favorire l'incontro tra le parti e rendere possibile tale intesa. Auspico che questo accordo possa contribuire a rafforzare la fiducia reciproca, la sicurezza e la stabilità nel Medio Oriente, promuovendo percorsi di dialogo e di cooperazione tra i popoli. Arrivano invece notizie dolorose sulla guerra in Ucraina, che continua ad allargarsi. Tante vittime innocenti, soccorritori uccisi, chiese e luoghi del patrimonio culturale devastati dalle fiamme. Sono vicino a quanti piangono i propri cari, ai feriti e a coloro che in mezzo alla violenza continuano a servire la vita con coraggio. Invito tutti a pregare perché questa guerra finisca. Chiediamo al Signore di aprire vie di dialogo, di spegnere l'odio e di rendere possibile una pace giusta e duratura. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ഈ കരാർ പരസ്പര വിശ്വാസവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ചർച്ചകളുടെയും സഹകരണത്തിന്റെയും പുതിയ വഴികൾ തുറക്കാൻ ഇത് കാരണമാകട്ടെ എന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 60 ദിവസത്തിനകം ഈ കരാർ പൂർണ്ണ രൂപത്തിലാകും. ഇതിന്റെ ആദ്യപടിയായി വരാനിരിക്കുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിലെ റിസോർട്ടിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായ രേഖകളിൽ ഒപ്പുവയ്ക്കും. ഇതിനുശേഷം അടുത്ത 2 മാസത്തിനുള്ളിൽ അന്തിമ സമാധാന കരാറിലെത്താനാണ് വാഷിംഗ്ടണിന്റെയും ടെഹ്റാന്റെയും തീരുമാനം. ദീർഘനാളത്തെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മാർപ്പാപ്പ നന്ദി അറിയിച്ചു. അതോടൊപ്പം ആണവായുധങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന തന്റെ ആഹ്വാനം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ചർച്ചകളാണെന്നും യുദ്ധം പൂർണ്ണമായി അവസാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഉക്രൈനിൽ നിന്ന് വരുന്ന വേദനാജനകമായ വാർത്തകളിൽ മാർപ്പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. അടുത്തിടെ കീവിലെ ഡോർമീഷ്യൽ കത്തീഡ്രലിന് നേർക്കുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തെ അദ്ദേഹം അപലപിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഈ ചരിത്ര പ്രസിദ്ധമായ ദേവാലയത്തിന്റെ മേൽക്കൂര ആക്രമണത്തിൽ തകർന്നിരുന്നു. നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നതും സാംസ്കാരിക പൈതൃകങ്ങൾ തകർക്കപ്പെടുന്നതും വേദനാജനകമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധം അവസാനിക്കുവാനും ജനങ്ങൾക്കിടയിൽ വെറുപ്പ് മാറി സമാധാനം പുലരുവാനും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സ്പെയിൻ സന്ദർശന ഓർമ്മകൾ പങ്കുവച്ച് ലിയോ 14 പാപ്പ. സ്പെയിനിലെ ജനങ്ങളുടെ ആഴമേറിയ കത്തോലിക്ക വിശ്വാസവും അവർ പ്രകടിപ്പിച്ച സ്നേഹവും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കോ താൽപര്യങ്ങൾക്കോ അതീതമായി ഒന്നിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നതെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച താൻ നടത്തിയ സ്പെയിൻ അപ്പസ്തോലിക സന്ദർശനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Dear brothers and sisters, in today's catechesis, I would like to share some reflections with you on my apostolic journey to Spain last week.
Throughout the trip, I was comforted to see the joyful expression of faith and affection shown by the people of God, as well as the crowds that welcomed me with such warmth. During the various events, I sensed not only the deep-rooted faith of the Spanish people, but also a desire for the unity and hope that can only be found in Christ and in His love for us. The experience reminded me of the cultural wealth of Europe, its strong Catholic heritage, and the role it can currently play in promoting peace, respect for human dignity, and fraternal dialogue as we seek to build a true civilization of love. As you know, the motto of the journey was "Lift up your gaze," and I would like to extend this invitation to you as well. Lift your gaze to the Lord, and let us learn from Him to see other people in the world around us as He does. Thank you to everyone who prayed for the success of the apostolic journey. Please continue to pray that it bears much fruit. I extend a warm welcome to all the English-speaking pilgrims and visitors taking part in today's audience. Especially those coming from England, Cameroon, Taiwan, the Philippines, and the United States of America. As the summer holidays begin for many, may this time be an opportunity to grow closer to the Lord through moments of prayer and to support one another through generous acts of charity. Upon all of you and your families, I invoke the peace and unity of our Lord Jesus Christ. God bless you all. മാഡ്രിഡ്, ബാർസലോണ, മോൺസറാട്ട് ആബെ കൂടാതെ കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയത്. വിവിധ പ്രായത്തിലും പശ്ചാത്തലത്തിലുമുള്ള ജനങ്ങൾ തന്നെ കാണാൻ എത്തിയതിൽ മാർപ്പാപ്പ സന്തോഷം പ്രകടിപ്പിച്ചു. ഭിന്നതകളും എതിർപ്പുകളും മറികടന്ന് വൈവിധ്യങ്ങൾക്കിടയിലും കൂട്ടായ്മയായും സംവാദവും ഐക്യവും വളർത്തുക എന്നതായിരുന്നു തന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യേശുക്രിസ്തുവിന് മാത്രമേ ഈയൊരു ഐക്യത്തിന്റെ അടിത്തറ ഉറപ്പു നൽകാൻ സാധിക്കൂ. കാരണം സുവിശേഷത്തിന്റെ സന്ദേശം മനുഷ്യൻ തേടുന്ന സത്യത്തിനും നീതിക്കും പൂർണ്ണമായി ഉത്തരം നൽകുന്നതാണെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. പുരാതന കത്തോലിക്ക പാരമ്പര്യവും ആധുനിക സംസ്കാരവും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു തന്റെ യാത്രയെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. സമാധാനം, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, മനുഷ്യന്റെ അന്തസ്സ് എന്നിവ ഇന്നത്തെ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തന്റെ പുതിയ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. യാത്രയ്ക്കിടയിൽ തനിക്കുണ്ടായ ചില ഹൃദയസ്പർശിയായ അനുഭവങ്ങളും മാർപ്പാപ്പ പങ്കുവച്ചു. ബാഴ്സലോണയിൽ വെച്ച് 6 വയസ്സുകാരനായ ബാഴ്സോ എന്ന അർജന്റീനിയൻ ബാലൻ തനിക്ക് കത്ത് വായിച്ചു തന്നതും പീഡനത്തിനിരയായവർ തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവച്ചതും കാനറി ദ്വീപുകളിൽ അഭയം തേടിയെത്തിയ ആഫ്രിക്കൻ അഭയാർത്ഥികളെ കണ്ടതുമെല്ലാം അദ്ദേഹം അനുസ്മരിച്ചു. കുടിയേറ്റം എന്നത് സങ്കീർണമായ ഒരു പ്രശ്നമാണെന്നും എന്നാൽ വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനെയും സഹോദരത്തിന്റെയും കൈമാറ്റത്തിലൂടെ ഇതിനെ ഒരു നല്ല കാഴ്ചപ്പാടോടെ കാണാൻ സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ കണ്ണുകൾ ഉണർത്തുവിൻ എന്നതായിരുന്നു ഈ സ്പെയിൻ യാത്രയുടെ ആപ്തവാക്യം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ, അതായത് സ്നേഹത്തോടും ബഹുമാനത്തോടും കാരുണ്യത്തോടും കൂടി നോക്കിക്കാണാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. യാത്രയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും പാപ്പ നന്ദി അറിയിച്ചു. സെന്റ് പയസ് 10 സൊസൈറ്റിക്ക് ലിയോ 14 പാപ്പയുടെ മുന്നറിയിപ്പ്. വത്തിക്കാന്റെ അനുമതിയില്ലാതെ ബിഷപ്പുമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സെന്റ് പയസ് 10 സൊസൈറ്റിക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ലിയോ 14 പാപ്പ. ഈ നീക്കം സൊസൈറ്റിയെ സഭയിൽ നിന്നുള്ള പൂർണ്ണമായ പിളർപ്പിലേക്ക് നയിച്ചേക്കാമെന്നും കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിൽ തുടരാൻ അവർ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. Chiedere la pace sempre, chiedere negoziati. Grazie a Dio c'è almeno questo memorandum che sembra che firmeranno ufficialmente venerdì, stanno dicendo. Ci saranno ancora diversi punti da stabilire, però è sempre meglio farlo
con il dialogo, con le negoziazioni e non tornando alla guerra. Quindi auguro che sia veramente una soluzione alla guerra, che la guerra davvero sia finita e che possiamo andare avanti per il bene di tutto, eliminare gli armi nucleari, questo sì, cercare il bene di tutti i popoli, cercare come risolvere i problemi anche a livello económicos, sociales que son creados en questo tempo. Los próximos viajes pensados, aparte de Francia. Beh, Francia e poi stiamo vedendo Perú pronto. possibile. കാസൽ ഗാൻഡോൾഫോയിലെ വില്ല ബാർബറനിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ചെയ്യരുത്, നമുക്ക് സഭയ്ക്കുള്ളിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് അവരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം അവരുടേതാണ്. ഈ നീക്കം അവർക്കും സഭയ്ക്കും എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുകയെന്ന് അവർ മനസ്സിലാക്കണം, മാർപ്പാപ്പ പറഞ്ഞു. തങ്ങളുടെ 4 വൈദികരെ ബിഷപ്പുമാരായി ഉയർത്താൻ ജൂലൈ 1 സ്വിറ്റ്സർലാൻഡിലെ ഐക്കോൺ സെമിനാരിയിൽ വെച്ച് ചടങ്ങുകൾ നടത്തുമെന്നാണ് സെന്റ് പയസ് 10 സൊസൈറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക അനുമതിയില്ലാതെ ബിഷപ്പ് പദവി നൽകുന്നത് സഭയോടുള്ള വിഘടനപരമായ നടപടിയാണെന്നും ഇത് കത്തോലിക്ക സഭയിൽ നിന്നുള്ള പുറത്താക്കലിന് കാരണമായുമെന്നും മെയ് 13 തന്നെ വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ചില സുപ്രധാന പഠനങ്ങളെയും പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യവും ഇതര മതങ്ങളോടുള്ള സഭയുടെ നിലപാടുകൾ എന്നിവയും ഈ വിഭാഗം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കിടയിലെ ഭിന്നത എപ്പോഴും വേദനാജനകമാണെന്നും എന്നാൽ ചില അടിസ്ഥാന സഭാ പഠനങ്ങൾ അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുകയാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ G7 ഉച്ചകോടി, വരാനിരിക്കുന്ന തന്റെ ഫ്രാൻസ്, പെറു സന്ദർശനങ്ങൾ, ആഗോള കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും മാർപ്പാപ്പ മറുപടി നൽകി. അക്രമവും യുദ്ധവും കാരണം ജന്മനാട് വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരുടെ അവസ്ഥ നാം തിരിച്ചറിയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഉയർത്തിപ്പിടിച്ച് ലിയോ 14 പാപ്പ. ആഗോള കാലാവസ്ഥാ വ്യതിയാനം കേവലം പരിസ്ഥിതിയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല എന്നും അത് നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ സാമൂഹിക സാമ്പത്തിക ധാർമ്മിക തകർച്ചയുടെ പ്രതിഫലനമാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. വിയന്നയിൽ നടന്ന 10th ഓസ്ട്രിയൻ വേൾഡ് സമ്മിറ്റിൽ നൽകിയ പ്രത്യേക വീഡിയോ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഈ കാര്യം വ്യക്തമാക്കിയത്. I'm pleased to greet all of you taking part in the 10th Austrian World Summit. Sustainability, integral ecology, and care for creation have been concerns for many decades. The Church has always been aware that the ecological question has a moral dimension. Indeed, the environmental crisis is not an isolated issue, but rather the ecological aspect of the contemporary socio-economic crisis. In your own efforts to respond to the present crisis, I would like to encourage you to keep this broad context in view and to suggest to you 3 themes based upon the Christian virtues of faith, hope, and love, which I trust may assist the work of your summit. Let me begin with faith. While to some, faith may seem to have little to contribute to questions of climate change and environmental protection, the religious dimension is in fact essential to address these issues adequately. Those who believe that our world was created by God and is inherently good are compelled to assume an even greater responsibility to care for creation, since this is the requirement of their faith. Living our vocation to be protectors of God's handiwork is essential to a life of virtue. It is not an optional or a secondary aspect of our Christian experience. Furthermore, believers from many traditions understand creation as a divine gift. Likewise, various religions maintain that life is sacred and therefore must be respected. We can say then that religious faith reinforces the overall desire to protect life and care for nature. This perspective underlines the profound ethical foundations to which I drew attention in my recently published encyclical letter, Magnifica Humanitas, namely, the equal dignity of all human beings and the value of fundamental human rights.
both of which can be adequately ensured through the proper implementation of the principles of the common good, the universal destination of goods, subsidiarity, solidarity, and social justice. They should be considered collectively so that it becomes clear how they relate to and complement each other. These essential personal and social matters are intimately connected to the climate crisis, which, as I said, is one manifestation, and a critical one, of the wider socio-economic crisis. Indeed, unless they are addressed, no technical solutions for protecting the environment will have a chance of achieving their desired end. In this perspective, we must pay particular attention to the poorest and those most vulnerable to environmental degradation. I would like to encourage you to keep them at the forefront of your minds when evaluating, planning, and implementing potential projects. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് താൻ അടുത്തിടെ പുറത്തിറക്കിയ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ആദ്യ ചാക്രിക ലേഖനത്തെ ഉദ്ധരിച്ചാണ് മാർപ്പാപ്പ സംസാരിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ മാത്രം പോരാ എന്നും മറിച്ച് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളും തുല്യമായ അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നീതിയിലൂടെ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ എന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ക്രൈസ്തവ ആത്മീയതയിലെ 3 പ്രധാന പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെ കൂട്ടുപിടിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ ലോകം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അത് നന്മ നിറഞ്ഞതാണെന്നും വിശ്വസിക്കുന്നവർക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാതോ സി എന്ന ചാക്രിക ലേഖനത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികളെ സംരക്ഷിക്കുക എന്നത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. കാലാവസ്ഥാ ചർച്ചകളിൽ പലപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയവും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള മടിയും കാണാറുണ്ട്. എന്നാൽ ബൈബിൾ നൽകുന്ന സന്ദേശങ്ങളിലൂടെ ഇത്തരം ഭയങ്ങളെ പ്രത്യാശ കൊണ്ട് മറികടക്കണം. അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും കൂട്ടായ്മയുമാണ് ഇതിനാവശ്യം. ലാഭത്തേക്കാൾ പൊതുനന്മയ്ക്ക് മുൻഗണന നൽകുന്ന സാമ്പത്തിക മാതൃകകൾ ഉയർന്നു വരണം. ധനിക രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കണമെന്നും മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പുതിയ സാമ്പത്തിക ക്രമം ലോകത്തുണ്ടാകണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. പട്ടിണിയില്ലാത്ത ലോകത്തിനായി വത്തിക്കാൻ റോമിലെ UN വേൾഡ് ഫുഡ് പ്രോഗ്രാം ആസ്ഥാനം ലിയോ 14 പാപ്പ സന്ദർശിക്കും. ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ നേരിടുന്ന പട്ടിണിക്കും ഭക്ഷ്യക്ഷാമത്തിനുമെതിരെ വത്തിക്കാന്റെ പിന്തുണ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ലിയോ 14 മാർപ്പാപ്പ ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആസ്ഥാനം സന്ദർശിക്കുന്നു. ജൂൺ 22 തിങ്കളാഴ്ചയാണ് മാർപ്പാപ്പ റോമിലുള്ള WFP ആസ്ഥാനത്തെത്തുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേൾഡ് ഫുഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് മാർപ്പാപ്പയുടെ ഈ സന്ദർശനം. സന്ദർശനവേളയിൽ WFPയുടെ വാർഷിക എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ, അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും. ലോകത്തൊരു വശത്ത് ടൺ കണക്കിന് ആഹാരം പാഴാക്കുമ്പോൾ മറുവശത്ത് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ വിശന്നു പൊരിയുകയാണെന്ന് കഴിഞ്ഞ മാസം പുറത്തുവിട്ട തന്റെ പ്രതിമാസ പ്രാർത്ഥനാ നിയോഗത്തിൽ മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചിരുന്നു. എല്ലാവർക്കും ആഹാരം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മെയ് മാസത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കായി മാർപ്പാപ്പ നൽകിയ ആഹ്വാനം. ഈ പശ്ചാത്തലത്തിലാണ് UNന്റെ ആഗോള ഭക്ഷ്യ ഏജൻസിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം പുറത്തുവിട്ട 2026 ആഗോള റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ലോകത്താകമാനം 31.8 കോടി ജനങ്ങൾ കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയോ അതിനേക്കാൾ ഭയങ്കരമായ സാഹചര്യങ്ങളോ നേരിടേണ്ടി വരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ഈ വർഷത്തിന്റെ പകുതിയോടെ പട്ടിണിയിലാകുന്നവരുടെ എണ്ണത്തിൽ 4.5 കോടിയുടെ വർധനവുണ്ടായേക്കുമെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ 2025 ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനത്തോടും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 80ാം വാർഷികത്തോടും അനുബന്ധിച്ച് മാർപ്പാപ്പ അതിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. വത്തിക്കാനിൽ ചരിത്ര കൂടിക്കാഴ്ച. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ സ്വീകരിച്ച് ലിയോ 14 പാപ്പ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് വത്തിക്കാനിലെത്തി ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി.
തിങ്കളാഴ്ച രാവിലെ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച നടന്നത്. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൊറിയൻ പ്രസിഡന്റ്, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, വിദേശകാര്യ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗൽഗർ എന്നിവരുമായും പ്രത്യേകം ചർച്ചകൾ നടത്തി. 1963 സ്ഥാപിതമായ വത്തിക്കാൻ ദക്ഷിണ കൊറിയ നയതന്ത്ര ബന്ധത്തിന്റെ 63ാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനമെന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ സൗഹൃദത്തെ അടിവരയിടുന്നു. കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചും വത്തിക്കാനിൽ ചർച്ച നടന്നു. കൊറിയൻ ചരിത്രത്തിൽ വത്തിക്കാന് എക്കാലത്തും സവിശേഷമായ സ്ഥാനമുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2 തവണയും ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 6ാമത് ഏഷ്യൻ യൂത്ത് ഡേയോടനുബന്ധിച്ചും ദക്ഷിണ കൊറിയ സന്ദർശിച്ചിരുന്നു. കൊറിയൻ സമൂഹത്തിന് കത്തോലിക്ക സഭ നൽകുന്ന സംഭാവനകൾ കൊറിയൻ സമൂഹത്തിന്റെ വളർച്ചയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക ക്ഷേമ മേഖലകളിലും അവിടുത്തെ പ്രാദേശിക കത്തോലിക്ക സഭ നൽകുന്ന സ്തുത്യർഹമായ സംഭാവനകളെ കർദിനാൾ പിയത്രോ പരോളിനും കൊറിയൻ പ്രസിഡന്റും തമ്മിൽ ചർച്ചയിൽ എടുത്തു പറഞ്ഞു. 2027 ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോളിൽ വെച്ച് നടക്കാനിരിക്കുന്ന ആഗോള കത്തോലിക്ക യുവജന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും വിലയിരുത്തി. കൊറിയൻ സഭയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ദൈവം നിങ്ങളെ ഒരിക്കലും മറക്കില്ല. വയോധികർക്ക് പ്രത്യാശയേകി ലിയോ 14 പാപ്പ. പ്രായത്തിന്റെ ബലഹീനതകളും ഏകാന്തതയിലും കഴിയുന്ന ലോകമെമ്പാടുമുള്ള വയോധികർക്കും ആശ്വാസം പകർന്നുകൊണ്ട് ലിയോ 14 പാപ്പയുടെ സന്ദേശം. ജൂലൈ മാസത്തിലെ 4ാമത്തെ ഞായറാഴ്ച ആചരിക്കുന്ന 6ാമത് ആഗോള വയോധികരുടെ ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ പുറത്തുവിട്ട സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന തിരുവചനത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നൽകുന്ന ഉറപ്പ് ഇന്നും ഓരോ വയോധികർക്കും ബാധകമാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണവും ഏകാന്തത മൂലവും പലപ്പോഴും തങ്ങൾ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന വേദന പല വയോധികരും പങ്കുവയ്ക്കാറുണ്ട്. സഭ എല്ലാവരുടെയും അമ്മയാണെന്നും ഏതു പ്രായത്തിലും നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്നും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ ദിനാചരണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. മുത്തശ്ശി മുത്തശ്ശന്മാരെയും പ്രായമായ ബന്ധുക്കളെയും ഒപ്പം ആരുമില്ലാതെ തനിച്ചായി പോയ വയോധികരെയും പോയി സന്ദർശിക്കുന്ന മനോഹരമായ പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കാൻ മാർപ്പാപ്പ യുവാക്കളോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെയും ഈ സന്ദേശത്തിലൂടെയും മാർപ്പാപ്പയുടെ സ്നേഹവും അടുപ്പവും അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇരുണ്ട നിമിഷങ്ങളിലും ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്. അവിടുന്ന് പിതാവ് മാത്രമല്ല, അമ്മ കൂടിയാണ്. വാർദ്ധക്യകാലത്തിലെ ശാരീരിക ബലഹീനതകളെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല എന്നും മാർപ്പാപ്പ പറഞ്ഞു. പ്രായമായ കാലത്തും മനുഷ്യന് ആത്മീയമായി ഒരു പുതുജനനം സാധ്യമാണ്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും ദൈവത്തിലേക്ക് തിരിയുന്നത് വലിയൊരു സമ്മാനമാണ്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.